സ്ഥിതിവിശേഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സങ്കീർണമാണ്. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായത് എന്നെല്ലാവർക്കും അറിയാം. അപ്പം നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് അനുസരിച്ച് 9 ഹോൾ ബോഡി എന്ന അർത്ഥത്തിലാണിപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഹോൾ ബോഡി എന്നെടുക്കുമ്പോഴും 2 ബോഡിയിൽ ശരീരഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടില്ല എങ്കിലും ഹോൾ ബോഡി എന്ന വിധത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന 9 കേസുകളാണിപ്പോൾ ഔപചാരികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള പേഴ്സൺ എന്ന് പറയാവുന്നത്. അതിൽ 5 എണ്ണത്തിൻ്റെ പോസ്റ്റ്മോർട്ടം, 5 മൃതശരീരങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 3 ബോഡി വിട്ടുകൊടുത്തിട്ടുണ്ട്. 11 ബോഡി പാർട്സ് ഓട്ടോപ്സി ചെയ്ത് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഇനി 15 ബോഡി പാർട്ട് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലിൽ ലഭ്യമായിട്ടുണ്ടത് ഓട്ടോപ്സി ചെയ്തിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചൂരൽമലയുടെയൊക്കെ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ DNA ടെസ്റ്റിന് ഏറ്റവും വേഗതയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഡോക്ടർമാരും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പറ്റും എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെയും അനുബന്ധ സ്റ്റാഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള നല്ല ഒരുക്കങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് പുറമെ കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, എറണാകുളം 4 ജില്ലകളിൽ നിന്നുള്ള മെഡിക്കൽ കോളേജുകളിലെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉയർന്ന ഡോക്ടർമാരും അവരുടെ സംവിധാനങ്ങളും പൂർണ്ണമായിട്ട് ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള തുടർ ചികിത്സകൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രയാസവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ബേൺ ഒരു പ്രത്യേകമായിട്ടുള്ള ഇഷ്യൂ ആണ്. സാധാരണ ഉണ്ടാകുന്ന ഒരു ദുരന്തം പോലെയല്ല. നടന്ന് വന്നയാളാണ് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടത്. നടന്നിങ്ങോട്ടെത്തിയ ആളാണ് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടത്. ഞാനിപ്പോൾ ഡോക്ടർമാരെ എല്ലാവരുമായിട്ട് സംസാരിച്ചു. ICUവിൽ 10 പേരാണിപ്പോൾ ഉള്ളത്, ബേൺ ICUവിൽ. അതിലൊരാൾക്ക് ഒരു പ്രൊസീജിയർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, സർജറിയുടെ. വളരെ കൃത്യമായി ആ നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് അടിയന്തരമായ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓൺലൈനായി ക്യാബിനറ്റ് യോഗത്തിൽ മറ്റു കാര്യങ്ങൾ തീരുമാനം എടുക്കും. സംഭവം നടന്ന ഉടനെ തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളും കക്ഷിഭേദമില്ലാത്ത വിധത്തിലുള്ള ജനപ്രതിനിധികളും ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഡോക്ടർമാരും അടക്കം നല്ല ഏകോപനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഞാൻ സ്പോട്ടിലേക്കാണ് വീണ്ടും പോകുന്നത്. കടാവർ ഡോഗ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. കടാവർ ഡോഗ്സിനെ വളരെ അപൂർവമായിട്ടുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ പരിശോധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. കടാവർ ഡോഗ്സ് ഉണ്ട്. മറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. എത്ര പേർ എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോഴും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. അത് ഏതെങ്കിലും വിധത്തിലുള്ളൊരു കുറവല്ല. സാധാരണ നിലയിൽ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള വെടിക്കെട്ട് നിർമ്മാണത്തിൽ നിശ്ചിതമായൊരാളുകളല്ല വരിക. കാണാൻ വരുന്നവരുണ്ടാകും. സഹായികളായി ചില പോർഷൻ ഏൽപ്പിച്ച ആളുകൾ സഹായികളായി ചിലരെ കൂട്ടിയിട്ടുണ്ടാകും. അവരോടൊപ്പം വന്നവരുണ്ടാകും. കണക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വിവിധമായ ആളുകൾ ലഭ്യമായിട്ടുള്ള കണക്കുകളനുസരിച്ച് ഒരു 30-40 ഇടയിലുള്ള ആളുകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഉള്ള തെരച്ചിലുകൾക്കാണിപ്പോൾ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിക്കാം. പൂരവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടിപ്പോൾ പറയാൻ പറ്റാത്ത വിധത്തിൽ ഇത്തിരി ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിൽപ്പെട്ടവരിൽ ഒരാളാണ്. അപ്പോൾ വെന്റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയുള്ള ചില പേരുണ്ട്. 10 പേരിൽ 4 പേരുടെ ആരോഗ്യസ്ഥിതി കുറച്ച് ഗുരുതരമാണ്. ചെയ്യാവുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ബേണിന് ചില പ്രത്യേകതകളുണ്ട്. അത് ചിലപ്പോൾ ഞാനതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നടന്നു വന്ന ആളാണ് പെട്ടെന്ന് വെന്റിലേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. പൂരത്തിൻ്റെ തുടർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിക്കും. കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളതുകൊണ്ട് യോഗം നടത്തുന്നതിനെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് തന്നെ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഉത്തരവ് മേടിച്ചിരുന്നു. ഇന്നലെ കോടതി നാളെ രാവിലെ 10:30 അതുമായി ബന്ധപ്പെട്ട യോഗം നടത്താൻ ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് അനുവാദം കൊടുത്തിരുന്നു. കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളതുകൊണ്ട് അനുവാദം കൊടുത്തിരുന്നത് സാധാരണ നിലയിൽ വെച്ചിട്ടുണ്ട്.
എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കൂടി ആലോചിക്കും. നമുക്ക് 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 ഈ ലഭ്യമായവരുടെ വാമൊഴികളിൽ നിന്നും അവിടെയുള്ള ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും തെളിവുകളിൽ നിന്നും തന്നെ കണ്ടെത്തണം. കാരണം ഇത് സർക്കാർ ജീവനക്കാരുടെ പോലെ ഒപ്പിട്ട് കയറുന്ന ആളുകളല്ലല്ലോ. നിശ്ചിതമായ ഒരാളുകളാണ് വന്നിട്ടുള്ളത്. പക്ഷെ അതിൽ കാണാൻ വന്നവരും ഇന്നലെ 40 ഊണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരു കണക്ക് അതിൻ്റെ ഇടയിൽ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ വെച്ച് പിന്നെ ഇന്നാകുമ്പോഴേക്കാണ് കുറച്ചുകൂടി മനസ്സിലാവുക. കാരണം നമ്മുടെ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഏതെങ്കിലും വിധത്തിൽ യാത്രയൊക്കെ പോയി തിരിച്ചു വരാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു അന്വേഷണം വരുമ്പോഴാണ് കുറച്ചുകൂടി ഗൗരവമായിട്ട് വരിക. ഇവിടുത്തെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ട്രേറ്റ്, മെഡിക്കൽ കോളേജ് 4 സ്ഥലത്ത് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ICUവിൽ ഒരാൾ അന്വേഷിച്ചു വന്നു, ഇന്നയാളെ കാണാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയുള്ള അന്വേഷണങ്ങളിൽ നിന്ന് തെരുത്ത് പിടിച്ചേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. എന്തായാലും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ടീമിനെയും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പരിശോധനയും അന്വേഷണവും നല്ല രീതിയിൽ തുടരുന്നു. ക്യാബിനറ്റ് ഇന്ന് തീരുമാനിക്കും. എത്തി അല്ല, തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അവർ ഏതാനും മിനിറ്റുകൾക്കകം ഫോറൻസിക്കുമായിട്ട് ബന്ധപ്പെടും. അവരായിരിക്കും ഏറ്റവും വേഗതയിൽ നമുക്കിത് ലഭ്യമാക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ വളരെ ഗൗരവമാണ്. കാരണം ഒരു നിശ്ചിതമായ സമയത്തേക്കാൾ കൂടുതൽ ബോഡി പാർട്ടുകൾ നമുക്കങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും നിശ്ചിതമായിട്ടുള്ളൊരു സ്ഥിതി അങ്ങനെ വരുന്നുണ്ട്. രാജേഷ് മിശ്ര നിശ്ചിതമായിട്ടുള്ള ഒരു എണ്ണം ആളുകൾക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ചില പ്രോട്ടോക്കോൾ ഉണ്ട്. അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിശ്ചയിച്ചു.